നമസ്കാരം. യുവർ മണിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം ഓഹരി വിപണിയിൽ ഉണ്ടാക്കിയ ചാഞ്ചാട്ടം ചെറുതല്ല. വലിയ കയറ്റിറക്കങ്ങൾ കണ്ട കഴിഞ്ഞ കുറച്ച് നാളുകളാണ് നമ്മളുടെ മുന്നിലൂടെ കടന്നുപോയത്. ഇന്ധനവില വർധനയും ഒപ്പം തന്നെ അവശ്യ വസ്തുക്കളുടെ വില വർധനയും ഒക്കെ നമ്മൾ കണ്ടു. ഇത് കുടുംബ ബജറ്റുകളെയും വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ളത് തന്നെയാണ് വസ്തുത. നിരവധി ആളുകളുടെ ജോലികൾ പോയി, സാലറി കട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധി ഒരു വശത്ത് ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ നമ്മുടെ കുടുംബ ബജറ്റുകൾ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വെർജിൽ ജിയോജിത് അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് ദീപക് ദേവർമഠത്തിലാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ, സ്വാഗതം. നമസ്കാരം. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ആശങ്ക ഒരു വശത്തുണ്ട്. പ്രതിസന്ധി കയറ്റിറക്കങ്ങളിലൂടെ വിപണിയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു ഈ പോയ വാരം വിപണിയെ സംബന്ധിച്ച്? കഴിഞ്ഞ നമ്മൾ ഇപ്പോൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു മാർക്കറ്റിൽ ഒരിക്കലും ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നമുക്ക് കാണാനും സാധിച്ചിട്ടില്ല. അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഈ അൺസർട്ടനിറ്റിയാണ്. ഇപ്പോൾ നമുക്കറിയാം, യുദ്ധം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ചിട്ട് ഇന്ത്യക്കാരിലെ സൗത്ത് ഇന്ത്യൻസിനും ഈ നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഇതിൻ്റെ ആഘാതം എന്താണെന്ന് ഒരിക്കലും മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ ഒരു സംഘർഷം എത്രത്തോളം നമുക്ക് ഇൻഡയറക്റ്റ്ലി ബാധിച്ചു എന്നുള്ളത് ഇന്ന് ഇപ്പം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അത് എത്രത്തോളം ഇമ്പാക്റ്റ് പലരിലും വന്നു എന്നുള്ളത് നമുക്ക് പ്രസക്തമായിട്ട് കാണാം. തീർച്ചയായും. അപ്പോൾ അത് മാർക്കറ്റിനും അതേപോലെ ഒരു വോളറ്റൈലിറ്റി ട്രെൻഡിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ 1-2 മാസത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വാരം നോക്കുകയാണെങ്കിലും അതിനൊരു ചെറിയ റീകവറി വന്നിട്ടുണ്ട്. അതിനൊരു റീസൺ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന കുറേ കാര്യങ്ങൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിന് അനുബന്ധമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇത്രയും പെട്ടെന്ന് യുദ്ധം എന്നേക്കുമായി തീരാൻ സാധ്യത കൂടുതലാണെന്നുള്ളൊരു ശുഭവാർത്തയും കൂടെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു വാർത്തയാണെങ്കിലും ഇതിന് എത്രത്തോളം ഡെപ്ത് ഉണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ആ വോളറ്റൈലിറ്റി ഇനിയും കണ്ടിന്യൂ ചെയ്യാനായിരിക്കും കൂടുതൽ സാധ്യത. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മാർക്കറ്റ് ഒരു വി ഷേപ്പ് റാലി പെട്ടെന്ന്, എസ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കൊരു വി ഷേപ്പ് റാലി എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സമയമായിട്ടില്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് വരികയാണെങ്കിൽ കുടുംബ ബജറ്റുകൾ താളം തെറ്റുന്ന നിലയിലേക്ക് ഒരുപക്ഷെ സാഹചര്യങ്ങളൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ചുറ്റുമുള്ള നിരവധി ആളുകൾ ഒരുപക്ഷെ ജോലി പോയവരുണ്ട്, ഒറ്റയടിക്ക് ജോലി പോയി പ്രതിസന്ധിയിലായവർ, അതല്ലെങ്കിൽ സാലറി കട്ടിങ് വന്നിട്ട് പ്രതിസന്ധിയുള്ളവർ. ഇവർക്കൊക്കെ കുടുംബ ബജറ്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്ങനെ ഇത്തരം പ്രതിസന്ധികളിൽ ബജറ്റ് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ നമ്മൾ ഒരു 7 വർഷം അല്ലെങ്കിൽ 6 വർഷത്തെ ഗ്യാപ്പിൽ നമുക്ക് രണ്ടാമത്തെ അനുഭവം ഇങ്ങനെ വരുന്നത്. തീർച്ചയായും കോവിഡ് സമയത്ത് അല്ലേ. അപ്പോൾ കോവിഡ് സമയത്ത് നമ്മൾ നാട്ടിൽ വിളിച്ചു കഴിഞ്ഞാലും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാലും പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, ഇന്ന് എനിക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ള പാഠം ഞാൻ പഠിച്ചു അല്ലേ. നമ്മൾ 2022 ഒരു സെപ്റ്റംബർ വരെ ഈ സ്ലോഗനായിരുന്നു നമുക്കെല്ലാവരും, എങ്ങനെയും നമുക്ക് ജീവിക്കാം എന്നുള്ളൊരു പാഠം നമ്മൾ പഠിച്ചു എന്നുള്ളത്. പക്ഷേ എവിടെയോ വെച്ച് പലരും ഇത് വിസ്മരിക്കപ്പെട്ടു. കാര്യങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് വന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി, നമ്മുടെ ആ കരുതി വെക്കേണ്ട ആ ശീലം മാറി, നമ്മൾ വീണ്ടും ആഡംബരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2023 മുതൽ 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ വേൾഡ് ടൂർ എന്ന് പറയുന്നത് ഒരു ഹോബിയായി മാറി അല്ലേ. നമുക്കറിയാം, ഫ്ലൈറ്റ്സ്, നമ്മൾ ടൂർ പാക്കേജസ്, ട്രാവൽ ഏജൻസിയിലുള്ള ആൾക്കാരോട് സംസാരിച്ചാൽ നമുക്കറിയാം എത്രത്തോളം പേര് നമ്മൾ ഈ 2 വർഷം അടങ്ങി വീട്ടിലിരുന്ന എല്ലാം കേട് നമ്മൾ കഴിഞ്ഞ 4 വർഷത്തിൽ തീർത്തു. അപ്പോൾ ഇതിനോടൊപ്പം വരുന്ന ഒരു ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രത്തോളം ഉണ്ടായിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തത് എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലേ. എപ്പോഴും വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ ടൂർ പാക്കേജിനെ പറ്റി പറയുന്നുണ്ട്, നമ്മൾ വേൾഡ് ടൂറിനെ പറ്റി സംസാരിക്കുമ്പോൾ അപ്പോൾ ഇന്ത്യയിൽ നിന്നെല്ലാം ഒരുപാട് പേര് ടൂർ ഒരു കോമൺ പ്രാക്ടീസായിട്ട് മാറ്റിക്കഴിഞ്ഞു. പക്ഷേ ഇവരെല്ലാം പോകുന്നത് സ്വന്തം കാശ് കയ്യിൽ വെച്ചിട്ടാണോ അതോ നാളെയും ഇതുപോലെ സമ്പാദിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഇപ്പം നമ്മുടെ ഒരു സർക്കിളിൽ ഒരു 1-2 ഫാമിലി ഒരു ടൂറിന് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കും തോന്നി വരുന്ന ആഗ്രഹം,
എനിക്കും പോയാൽ കൊള്ളാം അല്ലേ മാത്രമല്ല ജീവിതം അത് ആസ്വദിക്കാനുള്ളതല്ലേ എന്നുള്ളതാണ് എന്ന ഇപ്പോഴത്തെ ചോദ്യം slogan. വരുന്നുണ്ട്. ഇതിനെല്ലാം ചോദ്യത്തിന് ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയും എനിക്ക് ഇതേപോലെ സമ്പാദിക്കാൻ പറ്റും എന്നുള്ള ഓവർ കോൺഫിഡൻസാണ്. ഇപ്പോൾ കോൺഫിഡൻസ് ആണെന്ന് വെച്ചാണ്, പക്ഷേ അതൊരു ഓവർ കോൺഫിഡൻസാണ്. കാരണം നമ്മുടെ കയ്യിലില്ലാത്ത ഒന്നും നമ്മുടെ അല്ല, നമ്മുടെ കയ്യിലുള്ളത് പോലും നമ്മുടെ അല്ല അല്ലേ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി വരുമ്പം നമുക്ക് ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്ത് കാര്യം ചെലവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത്. തീർച്ചയായും നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു, അതിലേക്ക് പോയിട്ട് വരാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? എൻ്റെ പേര് അരുൺ. കുറച്ച് ഓളിയത്തിലൊന്ന് സംസാരിക്കുമോ? എൻ്റെ പേര് അരുൺ. അരുൺ, നമ്മൾ ഇന്ന് കുടുംബ ബജറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കുടുംബ ബജറ്റൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അല്ലേ, എൻ്റെ ഒരു സംശയമാണത്. നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ചെലവുകളൊന്നും കുറയുന്നില്ല, ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മുടെ ഈ സേവിങ്, ഇപ്പൊ മിക്കവാറും ഈ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് അങ്ങനെ പറയുന്നത് എപ്പോഴും കേൾക്കാറുണ്ട്, നമ്മൾ എന്തെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ സേവ് ചെയ്യണം എന്നുള്ളത്. അതൊരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. പക്ഷെ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ നമുക്ക് പല ബില്ലുകളും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. എല്ലാ ബില്ലുകളും, ഇപ്പൊ റെന്റ് ആണെങ്കിലും സേവ് ആണെങ്കിലും സ്കൂൾ ഫീ ആണെങ്കിലും അങ്ങനെ ഒരുപാട്. അപ്പൊ ഇതിന്റെ ഇടയിൽ എങ്ങനെ ഈ സേവിങ് പോസിബിൾ ആവുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഈ പറയുന്നത് എളുപ്പമാണോ അത്? ഓക്കെ, മിസ്റ്റർ അരുൺ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഷാർജയിലാണോ ദുബായിലാണോ? ഷാർജയില്. ഓക്കെ, അപ്പം ഷാർജയിലാകുമ്പോൾ നമുക്ക് റെൻറ്റിനെ പറ്റിയിട്ട് ആദ്യം തുടങ്ങാം. ഇപ്പോൾ റെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെക്കറിങ് എക്സ്പെൻസാണ്. അതുപോലെയാണ് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ഫീസും. ഇത് രണ്ടും നമുക്ക് എന്തായാലും മാറ്റി നിർത്താൻ പറ്റില്ല അല്ലേ. പക്ഷേ ഞാൻ ഒരു ചോദ്യം, നമ്മൾ ഇപ്പം അഞ്ചു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു വേർഡുണ്ട്, നമ്മുടെ പലരുടെയും സാലറി കട്ട്, പലർക്കും ജോലി ഇല്ലാതെയാവുക. അപ്പോൾ ഈ ജോലി ഇല്ലാതെയാവുക എന്ന് പറഞ്ഞാൽ തിരിച്ചു പോക്ക് ഒരു മാൻഡേറ്ററി ആയിട്ട് വരുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഒരു 10-20% നമ്മുടെ സാലറി കട്ട് വന്നാൽ എത്ര പേര് തിരിച്ചു പോകും? അത് ആരും ഉണ്ടാവില്ല, പോയില്ല. അപ്പോൾ 20% അല്ല, അപ്പോൾ ആ 20% നമ്മളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ആ ഒരു പോളിസിന്റെ നമ്മുടെ സേവിങ്സിലും അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നാണോ? അതാണോ നല്ലൊരു കുറുക്കുവഴി? അല്ല, കുറുക്കുവഴിയല്ല, അതാണ് സാലറി കിട്ടുന്നതിന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഇത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അതൊന്ന് റെഡി ആകുമ്പോൾ അതുവരെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മളിങ്ങനെ റോൾ ചെയ്തോണ്ടിരിക്കാവും. ഇത് ഈ റോളിംഗ് എന്ന് പറയുന്ന സാധനം, നമ്മൾ ഈ ഉരുണ്ട് പോകുന്നതിന് എവിടെയാ ബ്രേക്ക് എന്നുള്ളത്, ഉരുണ്ട് പോകുന്ന വസ്തുവിനും അറിയില്ല, നമ്മൾ വിടുന്നത് നമുക്കും അറിയില്ല. കാരണം ബ്രേക്ക് എന്ന് പറയുന്ന സാധനമാണ് വണ്ടിയെ പോലും സേഫാക്കി മാറ്റുന്നത് അല്ലേ. അപ്പോൾ ഒരു ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയുടെ അപകടം എന്താ? നമ്മുടെ ജീവന് പോലും അപകടം ഉണ്ടാവും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ലൈഫിൽ നമ്മളൊരു കുടുംബജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നടക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും ലൈഫിൽ എനിക്ക് എൻ്റെ സ്വഭാവം, എൻ്റെ വൈഫിന് അവരുടെ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ആവില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താലേ നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റൂ. അതുപോലെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ 10-20% നമ്മുടെ സാലറി കട്ട് വന്നു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ എന്തുകൊണ്ട് 100% സാലറി കിട്ടുമ്പോൾ ഒരു 10-20% ആ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ സേവ് ചെയ്ത് വിടാം. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ശീലം എന്ന് പറയുന്ന സാധനത്തിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് ലൈഫിൽ. നമുക്ക് ആദ്യമേ ഇപ്പോൾ ഒരു 10,000 ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തിക്ക് 12,000 സാലറി കിട്ടിയാലും ഒരിക്കലും 2,000 സേവ് ചെയ്യില്ല. കാരണം നമ്മുടെ ശീലം ആ 2,000 എക്സ്പെൻസിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയുള്ളൂ. കാരണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് നല്ല നല്ല എന്താ പറയുക, റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത്, റിസോർട്ടിൽ പോവുകയാണെങ്കിൽ അത്, ഡ്രസ്സ് വാങ്ങണമെങ്കിൽ, ഇതെല്ലാം നമ്മൾ എന്നും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരു ഡ്രീമാണ് എന്നും. കാരണം എത്രത്തോളം നമുക്ക് ശമ്പളം കൂടുന്നോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അത്രത്തോളം മാറിക്കൊണ്ടിരിക്കും. ഇനി നമ്മുടെ സാധാരണ ഇപ്പം നമ്മൾ 3 പേരും വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയീസാണ്. നമ്മൾ 3 പേർക്കും ഈ ശമ്പളം മാത്രമേ നമ്മുടെ സേവിങ്സിനായിട്ട് മാറ്റി വെക്കാനുള്ളൂ. അപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് വേണം മുന്നിലേക്ക് പോകാൻ. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ നമുക്ക് എന്തായാലും മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പം മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അത് ആദ്യം കുറിച്ച് വെക്കണം, എവിടെയാണ് നമുക്ക് അധിക ചിലവ് വരുന്നതെന്നുള്ളത്. ഈ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിന് ഈ തരത്തിലുള്ള ഒരു കൺട്രോളിങ് പറ്റുള്ളൂ. അപ്പം ഇതൊന്നുമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനി ഒരു 20% കട്ട് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം ഒരിക്കലും ഒരു സാലറി കട്ട് വന്നു കഴിഞ്ഞാൽ 4 മാസത്തിൽ ഈ സാലറി കട്ട് നിൽക്കും എന്ന് ആർക്കും അറിയില്ല.
അല്ലേ? അപ്പോൾ അതൊരു ഇൻഡെഫിനിറ്റ് പീരീഡാണ്. ഈ ഇൻഡെഫിനിറ്റ് പീരീഡിൽ നമുക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ സേവിങ്സ്. അതാണ് നമ്മൾ നേരത്തെ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ കൊറോണ ടൈമിൽ പലരും ഇതേ അവസ്ഥയിൽ കൂടെ കടന്നുപോയി. ഈ കൊറോണ കാലഘട്ടങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് അതിജീവിച്ചു, അതിനും ഭംഗിയായിട്ട് പിന്നെ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ആ എക്സ്പീരിയൻസ് നമുക്ക് എവിടെയും ഫോളോ ചെയ്താൽ മതി. കാരണം ഈ കൊറോണ കാലഘട്ടങ്ങളിലും നമുക്ക് ഇതേ പ്രതിസന്ധി ഉണ്ടായിരുന്നു. സാലറി കട്ട് ഉണ്ടായിരുന്നു, ജോലി പോയവരുണ്ടായി, അതല്ലാതെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ തരണം ചെയ്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആ സഹനശക്തി അല്ലേ, നമ്മുടെ ആ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ്. ഇത് നമുക്ക് ഇന്നും വേണം. ഇത് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇല്ലാതെ നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ റോളിങ്ങിന് ഒരു എൻഡ് ഉണ്ടല്ലോ, ആ എൻഡ് നമ്മുടെ കൂടെ എൻഡായി മാറരുത്. ഓക്കെ അരുൺ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വളരെയധികം നന്ദി അരുണാണ്. ഈ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെന്റുകൾ ഒരുപക്ഷെ നടത്തി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് സാർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ എന്ത് കാര്യത്തിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ എടുക്കാം. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്താലേ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളൂ അല്ലേ? അതെ അതെ. രാവിലെ നമ്മളൊക്കെ എക്സസൈസ് ചെയ്താൽ അത് നമ്മുടെ ശരീരത്തിന് ഗുണമാണ്. അതാ ഒരു മണിക്കൂർ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ ബാക്കി 23 മണിക്കൂർ ആ ഒരു മണിക്കൂർ ടേക്ക് കെയർ ചെയ്യും. തീർച്ചയായിട്ടും. പല കാര്യങ്ങളും അങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് മടി എവിടെ തുടങ്ങുന്നോ അവിടുന്ന് തുടങ്ങും നമ്മുടെ സിഗ്സാഗ് വരാം. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ എല്ലാവരും വെക്കണം. ഇതൊന്നും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമില്ല. ഇപ്പോൾ ഞാനിത് ഇത്രയും എളുപ്പത്തിൽ പറയുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലായിട്ട് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഡെഡിക്കേഷൻ വേണം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു കാലമാണിത്. ഈ പറഞ്ഞതുപോലെ അത് ലോൺ എടുത്തായാലും ആഘോഷങ്ങൾ നടത്താം, അതല്ലെങ്കിൽ യാത്രകൾക്ക് ലോണാകാം, ക്രെഡിറ്റ് കാർഡാകാം. ഇതിനൊക്കെ നമുക്ക് പണം കിട്ടാൻ കുറേയധികം വഴികൾ ഇന്നത്തെ കാലത്തുണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് ഒടുവിൽ ഒരു കടക്കെണിയിലേക്ക് പോകുന്ന ഒരു വലിയ സമൂഹം നമുക്കുണ്ട്. അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കൃത്യമായ, അതാ ഞാൻ പറഞ്ഞു, നമ്മൾ എപ്പോഴും ഇപ്പോൾ ഒരു വീടുണ്ടാക്കുന്ന പറ്റും. നമ്മുടെ ഏറ്റവും വലിയ ഡ്രീമാണ് മലയാളീസിൻ്റെ അല്ലേ, പ്രവാസി ആവുന്നതേ വീടുണ്ടാക്കാനാണ്. തീർച്ചയായും. എപ്പോഴും അപ്പം വീടുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള വീടൊക്കെ ഇത്രയും നല്ല ഹൈഫൈ വീടാവുന്നത് വെച്ചാൽ വരുന്നത് മിക്കവരും ഗൾഫിലേക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ കാണുന്ന വില്ലകളും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കൊളീഗ്സും നമ്മുടെ ഫ്രണ്ട്സും ഉണ്ടാക്കിയ വീടാണ് നമ്മുടെ മനസ്സിൽ ആദ്യം കയറി വരുന്നത്. പക്ഷേ അത് എനിക്ക് താമസിക്കാനാണോ എന്നുള്ള ചോദ്യം ഫസ്റ്റ് നമ്മൾ മറക്കുക അവിടെ. എന്തിനാ നമുക്കൊരു ഇപ്പം പലരും വീടുണ്ടാക്കുന്നത് സോഷ്യൽ പ്രഷർ കൊണ്ടാണ്. അതെ, സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്തുക എന്നുള്ളത് തന്നെ. സെക്കൻഡ്, ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഇപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് മകനോ മകളോ ഗൾഫിലെത്തി, അപ്പോൾ അവർ കാശുണ്ടാക്കി എന്നുള്ള നാട്ടുകാരൊന്ന് കാണണം. ഇതാണ് ഉള്ളിൽ ആരും പുറത്ത് തുറന്നു പറയാത്തൊരു സത്യമായത്. അപ്പോൾ നമുക്കാണെങ്കിലും ഇപ്പോൾ ഒരു 10-15 വർഷം പ്രവാസിയായ ഒരാൾക്ക് നാട്ടിൽ വീടുണ്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ വലിയൊരു നാണക്കേടാണ്. കാരണം എൻ്റെ നാട്ടുകാർ ഇത്രയും കാലം നീ അവിടെ പണിയെടുത്തിട്ട് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം, ഈ ചോദ്യം വരും. അപ്പോൾ ഇത് മറികടക്കാനാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. ഇപ്പോൾ ലോൺ എടുക്കുന്നതിൽ തെറ്റില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് റീപേയ്മെൻറ്റ് നമ്മുടെ സാലറി നെക്ക് ടു നെക്കായിട്ട് മാറരുതെന്ന് മാത്രം. സിമ്പിൾ ലോജിക്. ഇനി അതല്ല, നിങ്ങൾ UAE വന്ന പിറ്റേ വർഷം തന്നെ വീടെടുക്കണം എന്നൊരു നിർബന്ധവും. ഒരു 5-10 വർഷം വെയിറ്റ് ചെയ്യുക. കാരണം എന്തിനാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്? നമ്മുടെ ഫാമിലിക്ക് താമസിക്കാനാണ്. അപ്പോൾ അതെപ്പോഴാണ് താമസിക്കുക? നാട്ടിൽ തിരിച്ചു പോകുമ്പോൾ സമയം ഒരുപാടുണ്ട് അപ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ സമ്പാദിച്ച് ആ സമ്പാദ്യത്തിൻ്റെ ഒരു 30% വീടുണ്ടാക്കാൻ എടുത്താൽ മതി. അത്രയും വീടിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും, ഞാൻ പലപ്പോഴും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, നമ്മളെല്ലാവരും ഇവിടെ താമസിക്കുന്നത് മാക്സിമം 2 ബെഡ്റൂം, അതൊക്കെ മുകളിലുള്ള കുറച്ച് ആൾക്കാരാണെങ്കിൽ 3 ബെഡ്റൂം അല്ലേ. ഇതേ ആൾക്കാർ നാട്ടിൽ എത്ര ബെഡ്റൂം എടുക്കുന്നത്? 4 ബെഡ്റൂം. കുറഞ്ഞ ആർക്കും താല്പര്യമില്ല. അപ്പം ഒരു 1 ബെഡ്റൂമിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നാട്ടിൽ 2 ബെഡ്റൂം 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കിയാലും നല്ലതാണ്. വരുന്ന മാക്സിമം എമൗണ്ട് എത്ര? 35 ലക്ഷം രൂപ മാക്സിമം വരും. നമ്മൾ ഉണ്ടാക്കുന്ന എത്രയ്ക്കാണ്? 75, 1 കോടി, 1.25 കോടി. ലൈഫ് ലോങ് അതിന്റെ കടം വീട്ടാൻ വേണ്ടി ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വീടെന്ന് പറയുന്നത് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ളതാണ്. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു വീടുണ്ടാക്കിയാൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് കുറേ നമ്മളോടെല്ലാം ജലസാവും. അത് കണ്ടിട്ട് നമ്മുടെ ഉറക്കം കൂടി ഇല്ലാതെയാവും. എന്നാലോ ഈ വീട്ടിലൊരു സമാധാനമില്ല എന്തായാലും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങാവുന്ന വീട് ബഡ്ജറ്റിൽ ഉണ്ടാക്കുക. അത് നമുക്ക് വേണ്ടിയിട്ടാണ്. അത് വീട് മാത്രമല്ല ലൈഫിൽ ആവശ്യം, അവിടുന്ന് അങ്ങോട്ട് ആ വീട്ടിൽ ജീവിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ പല ആൾക്കാരും ഒരു വർഷം, ഇപ്പം എന്നോട് പലരും നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്, വീട്ടിൽ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം മുമ്പ് പെയിൻ്റ് അടിക്കാൻ 3-4 ലക്ഷം രൂപയാണ് പെയിൻ്റ് അടിക്കാൻ മാത്രം. അത്രയും വലിയ വീടായിരിക്കും, ലേബർ ചാർജ് അത്രയായി നമ്മുടെ നാട്ടിൽ.
ഇതൊന്നും ആരും മുൻകൂട്ടി കാണുന്നില്ല. ഇനി ഇത് കഷ്ടപ്പെടുന്ന ഒരാളും തുറന്ന് പറയുകയില്ല. വളരെ ചുരുങ്ങിയ ആൾക്കാർ ഇത് തുറന്ന് പറയുള്ളൂ. കാരണം അവർ ചെയ്ത അബദ്ധം ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ തുറന്ന് പറയും, മൂടി വെക്കുകയുള്ളൂ. അപ്പോൾ ഇത് കണ്ട് അനുഭവിക്കുന്ന വേറെ ഒരു വ്യക്തിക്ക് ഇതാണ് ഇവരുടെ സാഹചര്യം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരമില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മുടെ ബഡ്ജറ്റ് എന്താണോ, അപ്പോൾ പലർക്കും പല സാലറി ആയിരിക്കാം, പല ആഗ്രഹങ്ങളായിരിക്കാം. പക്ഷേ നമ്മൾ ഈ ആഗ്രഹങ്ങൾ നടത്തുന്നതിന് മുന്നേ ഇത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളതൊന്ന് ചിന്തിക്കണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ആവരുത്. ഇപ്പോൾ ഈവൻ സമ്പാദിക്കുന്ന കാശ് പോലും, ഇപ്പോൾ നമ്മളൊരു കാറ് വാങ്ങുന്നതിനെ പറ്റി പറയാം. ഇന്ന് ഒരു 10 വർഷം മുന്നേ വരെ, അല്ല 10-15 വർഷം മുന്നേ വരെ നമ്മുടെ ഒരു മിഡ് റേഞ്ച് ഫാമിലി അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു 4.5 ലക്ഷം 5 ലക്ഷം രൂപയുടെ കാറ് അത്യാവശ്യം നല്ല കാറായിരുന്നു. ഇന്ന് എത്ര പേര് അങ്ങനത്തെ ഒരു കാർ യൂസ് ചെയ്യില്ല? എല്ലാം 10-15 ലക്ഷത്തിന് മുകളിലേക്കാണ് വാങ്ങുന്നത്. തീർച്ചയായിട്ടും. ഈ 15 ലക്ഷം രൂപയുടെ കാറ് നമ്മുടെ നാട്ടിൽ വാങ്ങുമ്പോൾ അതിൻ്റെ EMI എത്ര വരും? ഇത് പ്രവാസിയായി നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ 20,000, 25,000, 22,000 രൂപ അടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ എടുക്കുന്നത് 8-10 വർഷത്തേക്കാണ്. ഇൻ ബിറ്റ്വീൻ ഇവിടുന്ന് ജോലി പോയി കഴിഞ്ഞാൽ ഈ കാശ് എങ്ങനെ അടയ്ക്കും? കാരണം എല്ലാവർക്കും ഒരൊറ്റ കാര്യമുള്ളൂ, ഇന്നത്തെ കാര്യം. ഇത് മാറ്റിയെടുക്കുക. നമ്മളൊരു 10 വർഷം മുന്നിലേക്കുള്ളത് ഇന്നേ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഭയം നമ്മുടെ മുന്നിൽ ആദ്യം വേണം. അപ്പം പലരും പറയും നെഗറ്റീവായിട്ട് ചിന്തിക്കരുതെന്ന് പറയും, അല്ലേ? നെഗറ്റീവായിട്ടല്ല ഇത് ചിന്തിക്കുന്നത്. നെഗറ്റീവ് വരാതിരിക്കാനുള്ള ഒരു ചിന്തയാണ്, പ്രാക്ടിക്കാലിറ്റി അത്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് പറ്റുന്ന കാര്യം പറ്റില്ല എന്ന് ചിന്തിക്കുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത്. മറ്റേ നാളെ ഇപ്പം നമ്മൾ ഫെബ്രുവരി 27 വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും യുദ്ധം ഉണ്ടാവും. ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് പറഞ്ഞതില്ല എന്ന്. കാരണം നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ചരിത്ര അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ എന്ത് സംഭവിക്കുന്നു, വേൾഡിൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുന്നു, എന്തെല്ലാം പ്രതിസന്ധികളുണ്ട്. നാട്ടിലുള്ള പല കച്ചവടക്കാരുടെ ചോദിച്ചാലും അറിയാം അവർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്, ഓൺലി ബിക്കോസ് ഓഫ് ഈ ഒരു ഇഷ്യൂ. തീർച്ചയായിട്ടും അത് ലോകത്താകമാനം വലിയൊരു പ്രതിസന്ധി ഈ ഒരു വിഷയം മാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ആശങ്ക ഒരു വശത്ത് പോകുമ്പോൾ തന്നെ സമ്പാദിക്കൂ എന്ന് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ എങ്ങനെ എന്നുള്ള ഒരു ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു സമ്പാദ്യത്തിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്? പ്രത്യേകിച്ച് പല സ്വപ്നങ്ങളുണ്ടാവും പലർക്കും. ഈ പറഞ്ഞതുപോലെ വീട്, സ്ഥലം, അതൊക്കെ ഒരു സമ്പാദ്യമായിട്ട് കാണുന്ന ഒരു വിഭാഗമുണ്ട്. സ്ഥലമാണെങ്കിൽ അതൊരു അസറ്റായിട്ട് നമുക്കുണ്ടല്ലോ, അതല്ലെങ്കിൽ സ്വർണം അത് ഒരു അസറ്റായിട്ട് എല്ലാ കാലത്തും ഉണ്ടല്ലോ. അപ്പോൾ എത്തരം സമ്പാദ്യമാണ് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയും. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി മേടിക്കാന്ന് കരുതുക. അപ്പം നമുക്കൊരിക്കലും നമ്മുടെ പ്രോപ്പർട്ടി വാങ്ങാന്ന് പറയുന്നത് ഒരു ചെറിയ പീസ് ഓഫ് പ്രോപ്പർട്ടി കിട്ടില്ല, അല്ലേ? ഇപ്പോൾ ഒരു 50,000 രൂപയ്ക്ക് ഒരു പ്രോപ്പർട്ടി ഇല്ല, 1 ലക്ഷത്തിനും ഇല്ല, 2 ലക്ഷത്തിനും ഇല്ല. അതിന് ചുരുങ്ങിയതൊരു ഡിപ്പെൻസ് ഓൺ ദ ലൊക്കേഷൻ ഒരു 20-25 ലക്ഷം രൂപ വേണം. അപ്പോൾ 25 ലക്ഷം രൂപ നമ്മൾ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വാങ്ങുമ്പോൾ 25 ലക്ഷം രൂപ നമ്മൾ കടത്തിലൂടെയാണ് തുടങ്ങുന്നത്. സമ്പാദ്യം എന്ന് പറയുന്നത് ഒരിക്കലും കടത്തിലൂടെ തുടങ്ങേണ്ട കാര്യമല്ല. നമുക്ക് ഒരു ടാർഗറ്റ് വെക്കുക നമ്മൾ. ഓക്കെ, എനിക്ക് ഇത്ര ലക്ഷം രൂപ സമ്പാദിക്കണം, അതിന് ഇത്ര വർഷം നമ്മുടെ മുന്നിലുണ്ട്. ഈ രീതിയിൽ സമ്പാദിക്കും ഏറ്റവും ചുരുങ്ങിയ രീതി. അപ്പോൾ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഗോൾഡ് പ്രത്യേകിച്ചിട്ട് ഡിജിറ്റൽ ഗോൾഡ് അവൈലബിൾ ആണ്, ETF അവൈലബിൾ. അപ്പോൾ നമുക്ക് ചെറിയ എമൗണ്ട്, ഈവൻ ഒരു 5,000 രൂപയ്ക്ക് ഗോൾഡ് വാങ്ങി തുടങ്ങാം. അതൊരു ഓപ്ഷനാണ്. രണ്ടാമത്തത് മ്യൂച്വൽ ഫണ്ട്സിൽ ചെയ്യാം. ഏതൊരു വ്യക്തിക്കും 1000 രൂപ മുതലേ നമുക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ 1000 രൂപ അഗെയിൻ ഞാൻ പറയാം, ഈ 1000 രൂപ എന്ന് പറയുമ്പോൾ 1000 രൂപ തുടങ്ങിയേക്കാന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ്. കാരണം നമ്മൾ ഈ 1000 രൂപയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെയാവും. അപ്പം അതിനേക്കാളും നല്ലത് നമുക്കൊരു ബഡ്ജറ്റ് ഇടുക. എത്ര ഒരു മാസം ദിറംസിലാണെങ്കിൽ ചുരുങ്ങിയത് 1,000-1,500 ദിറംസ് മാറ്റി വെക്കാൻ പറ്റുമോ നോക്കുക. ചുരുങ്ങിയത് ഒരു 10-15 വർഷത്തേക്ക് ടാർഗറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് നാട്ടിൽ പോയി റെഡി ക്യാഷ് കൊടുത്ത് നല്ലൊരു വീട് വാങ്ങാം. ഒരു പക്ഷേ ഇത്തരം സമ്പാദ്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും, അത് പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത്ര ആക്യുറസി ഇല്ലായ്മ പലരുടെയും വിഷയത്തിൽ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അതൊരു റീസ്റ്റാർട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ. അത്തരം ആളുകൾക്ക് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? എന്തിനാ സ്റ്റോപ്പ് ചെയ്യുന്നത്? അതാ ഫസ്റ്റ് ചോദ്യം. അതാ ഈ നിർത്തുക എന്ന് പറയുന്നില്ലേ, നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. എത്ര പേര് ലോൺ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്? അതെ. അപ്പം നമ്മളൊരു ലോൺ എടുത്താൽ 15 വർഷത്തേക്ക് ലോൺ എടുക്കുന്നത്. തീർച്ചയായിട്ടും. അഞ്ജുവിൻ്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ 5 വർഷം കഴിഞ്ഞ് ലോൺ നിർത്തുക, എനിക്ക് വയ്യാന്ന്? പറ്റില്ല. കാരണം അത് അടച്ചേ പറ്റൂ. അതെന്തുകൊണ്ടാണ്?
നമുക്ക് അടച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും. ഇനി സമ്പാദ്യം ഇതാർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിർത്തുക എപ്പോഴാണ്? നമുക്കല്ല എന്നുള്ള ഫീലിംഗ് വരുമ്പോഴാണ് നിർത്തുക. അതിന് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലാണ് നിർത്തുക. നേരത്തെ ഞാൻ പറഞ്ഞ EMI നിർത്താൻ പറ്റാത്തതിന് റീസൺ എന്താ? കാരണം ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഭാവിയിൽ വരും, മറ്റേതിൻ്റെ ഇമ്പാക്റ്റ് 5ാമത്തെ വർഷം നിർത്തി 5 വർഷം അടുത്ത മാസത്തിൽ വരും. ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുൻകൂട്ടിയിട്ട് കാണാൻ കഴിവില്ലാത്തവർക്ക് മാത്രമേ ഈ പ്രശ്നങ്ങൾ വരുന്നുള്ളൂ. എല്ലാം നമുക്ക് നടക്കും. ഇപ്പം നേരത്തെ കോളർ പറഞ്ഞ പോലെ നമുക്കിതൊക്കെ എളുപ്പത്തിൽ നടക്കുമെന്ന് ചോദിച്ചാൽ ഒന്നും എളുപ്പത്തിൽ നടക്കില്ല, അല്ലേ? നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഒരു കുട്ടീനെ വളർത്തുന്ന പോലും എളുപ്പത്തിലല്ല നടക്കുന്നത്. നമ്മളെല്ലാവരും ഈസി ആയിട്ട് കാണുന്ന ഒരു സംഗതികളാണ് ഈ ഫാമിലി എന്ന് പറയുന്ന സംഗതി. അതുപോലും എളുപ്പത്തിലല്ല. നമ്മൾ ഈ ഡീപ്പ് ഇൻ ടു ദ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ട് ഒരു കാര്യം മുന്നിലേക്ക് നന്നായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതേ സംഗതി തന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലും സീരിയസ് ആയിട്ട് ചെയ്ത് ഇതിനെല്ലാം ഒറ്റ കാര്യം ആവശ്യമുള്ളൂ, ഡെഡിക്കേഷൻ വേണം. നമ്മൾ ഇന്ന് ഡിസൈഡ് ചെയ്യുന്ന കാര്യം ഇന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് ഇന്ന് ചെയ്യാനുള്ള തീരുമാനം എടുത്താൽ മതി. പലപ്പോഴും എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കഷനിലേക്ക് വന്നു കഴിഞ്ഞ് ഈ ഡിസ്കഷൻ ഇങ്ങനെ മുന്നോട്ട് പോകും, നാളെ ആവട്ടെ. അപ്പം ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ലെങ്കിൽ ഏതൊരു ഒരു കൺസൾട്ടൻസിനെ വിളിച്ചു കഴിഞ്ഞാൽ പലരും പറയുന്നൊരു കാര്യം അടുത്ത മാസം ആവട്ടെ. പക്ഷേ ലോൺ എന്ന് പറയുന്ന സംഗതിയാണെങ്കിൽ നമ്മൾ ഇന്ന് പോയിട്ട് സൈൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്താ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ലൈഫിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അവിടെ കാണിക്കുന്നത്. പിന്നെ ഒരിക്കലും ചിന്തിക്കരുത് ഇത് വിളിക്കുന്ന ആൾക്കാർക്ക് ഗുണമുള്ളതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് എന്നുള്ളത്. ആ തെറ്റിദ്ധാരണ ആദ്യം മാറ്റണം. വിളിക്കുന്ന ഒരു വ്യക്തിക്ക്, ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു വ്യക്തിനെ വിളിച്ച് ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ആ വ്യക്തിയിലേക്ക് അടുത്ത ആൾ വരും. പക്ഷേ മിസ്സായ ഒരാൾക്ക് നഷ്ടം അവർക്ക് മിസ്സായ ഈ അഡ്വൈസ് മാത്രമാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു 5 വർഷം 10 വർഷം അവർക്ക് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വേറെ ആൾക്ക് ഗുണം കിട്ടുമെന്ന് വെച്ചിട്ട് ആരും ചെയ്യാതിരിക്കരുത്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. മനസ്സിലാക്കുക നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്ലാനിങ് എങ്ങനെ പോകണം എന്നുള്ളത് നമ്മൾ ആദ്യം സ്വയം വിലയിരുത്തി നമ്മുടെ സാലറി, ഇപ്പം പലർക്കും സാലറി എന്ന് പറയുന്നതിൽ വലിയൊരു കൺഫ്യൂഷനുള്ള കാര്യമാണ്. ഈ ചെറിയ സാലറിക്ക് ഞാൻ എങ്ങനെ സമ്പാദിക്കും എന്നുള്ളത് ചോദിക്കാറുണ്ട് പലരും, അല്ലേ? ആ ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം കൺസേണാണ്. നമ്മളൊരു കാര്യം ആലോചിക്കുക. അപ്പോൾ ഒരു 5000 ദിറംസ് ഉള്ള ഒരാൾ ഹാപ്പിയാണെന്ന് വെച്ചാൽ അല്ല. പക്ഷേ ഇവിടെ 2000 ദിറംസിനും ശമ്പളം വാങ്ങി നാട്ടിൽ ജീവിതം നിലനിർത്തുന്ന ആൾക്കാരുണ്ട്, അല്ലേ? അവരെ പറ്റി ചിന്തിച്ചാൽ മതി. അപ്പോൾ അവരെങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോകുന്നുണ്ട്, അല്ലേ? എല്ലാവരും ഒരു ചുരുങ്ങിയത് 4 പേര് പോയി കഴിഞ്ഞാൽ 160-180 ദിറംസ് നമുക്കാവും. മിക്കവരും ഒരു 4 വട്ടം ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ആഴ്ചയ്ക്ക് വെച്ചിട്ട് പോകും. എത്രയായി? ഓൾമോസ്റ്റ് 580 ദിറംസിൻ്റെ 550 ദിറംസിൻ്റെ മുകളിലായി. 500 ദിറംസ് പറഞ്ഞാൽ നാട്ടിൽ എത്രയായി? ഈ എമൗണ്ട് സമ്പാദിക്കാൻ പറ്റില്ലേ? 10,000 വെച്ചിട്ട്. അത്രയും കാലം നമ്മളിപ്പം പലരും പ്രവാസികളായിട്ട് 10-15 വർഷമാവുന്നുണ്ട്. ഇത് സിമ്പിളായിട്ട് ചെയ്യാം. ഇനി അതായത് നമ്മൾ ജീവിതത്തിൽ ചെറിയ രീതിയിലാണെങ്കിലും കളയുന്ന ആ ഒരു പണം സൂക്ഷിച്ചാൽ, അതല്ലേ പറയാറ്, നമ്മൾ ഈ കുളത്തിൽ പോയാലും ഒരേ കുളിക്കുക എന്ന് പറയുന്നത് എന്തിനാ വെച്ചാൽ ഈ പലതും പല പഴഞ്ചൊല്ലിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അല്ലേ? നമ്മൾ ഈ അനാവശ്യമായിട്ട് പലതും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ യങ് ജനറേഷൻ കുറ്റം പറയല്ല, അവർക്ക് പലതിൻ്റെയും ബുദ്ധിമുട്ടറിയില്ല, അല്ലേ? അവർ പണ്ട് മുതലേ കണ്ട് വളർന്നുകൊണ്ട് അവർക്കതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല. പക്ഷെ നമ്മുടെ ജനറേഷൻ, ഇപ്പോൾ എൻ്റെയൊക്കെ ജനറേഷനിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ കണ്ടു വളർന്നുകൊണ്ട് ഇന്ന് അതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും. അപ്പം ഇന്ന് ഒരു ചെറിയ കുട്ടിക്ക് ഒരു വാച്ച്, പുതിയ വാച്ച് അങ്ങനെ കൊടുത്താൽ ഒരു ദിവസം ഇട്ട് 2ാം ദിവസം അത് കയ്യിലുണ്ടാവുമെന്ന് തന്നെ അറിയില്ല. എന്നെ സംബന്ധിച്ചിട്ട് 1999 കിട്ടിയ വാച്ച് ഇന്നും എൻ്റെ അടുത്ത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ട് കളഞ്ഞിട്ടില്ല, എപ്പോഴും 27 വർഷമാവുന്നു. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ആ അന്നത്തെ ഇല്ലായ്മകളിൽ നിന്നുണ്ടാവുന്ന ചില അനുഭവങ്ങൾ, അതല്ല വാല്യൂ ഇല്ലാത്ത ഒരു തലമുറ. തീർച്ചയായിട്ടും അത് കുറ്റം ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ആ കുട്ടികളെ കുറ്റം പറയില്ല, നമ്മളെപ്പോലെ പാരൻസിൻ്റെ കുറ്റം. കാരണം നമ്മളെന്തും ഈസി ആയിട്ട് അവൈലബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകും. അത് അതേപോലെ മനുഷ്യരുടെ ടൈമാണെങ്കിലും ഇപ്പോൾ നമ്മളൊരു വ്യക്തിയുടെ ടൈം ഈസിലി അവൈലബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വില ഉണ്ടാവില്ല. അതുപോലെ തീർച്ചയായിട്ടും. എന്തായാലും ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ കോവിഡ് കണ്ടു, അതിനെ അതിജീവിച്ചു. ഇതാ ഇപ്പോൾ ഇതിനെയും നമ്മൾ അതിജീവിക്കും എന്നുള്ളത് തന്നെയല്ലേ ഇനി മുന്നോട്ടുള്ള. നമ്മൾ ഇപ്പോൾ ഒരു 2026 ഏപ്രിൽ 27 നമ്മൾ 2028 ആകുമ്പോഴേക്കും നമുക്കിത് മറക്കും. നമ്മൾ പുതിയൊരു സ്റ്റേജിലേക്ക് കടക്കും. നമ്മൾ ഒരുപാട് ഫ്ലറിഷ് ചെയ്തിട്ടുള്ള ലൈഫിലേക്ക് മാറും. പക്ഷെ അതിന് മുന്നിലേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമുക്കുണ്ടായ അനുഭവം നമ്മൾ 2028 എത്രത്തോളം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുള്ളത് നമ്മുടെ വിജയമാണ്. അതില്ലാത്തവർക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ സൈക്കിൾ മാറിത്തീരും. അപ്പോൾ അതുകൊണ്ട് ഓരോ അനുഭവങ്ങളും
നമ്മുടെ ലൈഫിലേക്ക് ഓരോ എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതല്ല ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എക്സ്പേർട്ട് എന്ന് പറയുന്നത് വലിയ വ്യത്യാസം. എക്സ്പേർട്ടിൽ പലതും തെറ്റാണ്. എക്സ്പീരിയൻസ് ആണ് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു എക്സ്പേർട്ട് ഉണ്ടോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. എക്സ്പീരിയൻസ് ആൾക്കാരുണ്ടാവും. അവരുടെ എക്സ്പീരിയൻസ് ആണ് ഈ സോ കോൾഡ് എക്സ്പേർട്ട് എന്നുള്ള ലേബിൾ കൊടുക്കുന്നത്. അതെ, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും എക്സ്പീരിയൻസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ അനുഭവങ്ങൾ നല്ല ഗുണപാഠങ്ങളാകട്ടെ. ഈ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. നമസ്കാരം. NTV UAE to the world.